കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് അമെൻമെൻറ്റ് 2024 അതിൻ്റെ സമഗ്രമായ ഡിസ്കഷൻ്റെ 9ാമത് വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക്, സഹകാരികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് സുസ്വാഗതം. ഇന്നാദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് 29ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചട്ട ഭേദഗതി സംബന്ധിച്ചാണ്. വളരെ കാലോചിതമായ ഒരു മാറ്റമാണ്, ഒരു ഭേദഗതിയാണ് നമ്മൾ 29th കൊണ്ടുവന്നിരിക്കുന്നത്. അത് റൂൾ 50A-യിലാണ്. 50A എന്ന് പറയുമ്പോൾ റൂൾ 50 തുടർച്ചയായിട്ടുള്ളതാണല്ലോ. റൂൾ 50 ഇതുമായി ബന്ധമൊന്നുമില്ല. വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. 50 പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, സംഘവുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന അംഗങ്ങൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള തടസ്സങ്ങളെ സംബന്ധിച്ചുള്ള ചില വാദഗതികളാണ്, ചില ചട്ടങ്ങളാണ് റൂൾ 50-യിലുള്ളത്. ഇത് അതുമായി ബന്ധപ്പെട്ടതെന്ന് അല്ല, പക്ഷേ അതിന് തുടർച്ചയായി വന്നതുകൊണ്ട് അതിൻ്റെ നമ്പറിങ് 50A. എന്താണ് 50A? അത് ട്രെയിനിങ് പ്രോഗ്രാം സംബന്ധിച്ചാണ്. എന്താണ്, ആർക്കാണ്? ഒരു സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയോ കോപ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്താൽ അംഗങ്ങൾ ചാർജ് എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ ഒരു പരിശീലന പരിപാടി പൂർത്തീകരിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ചട്ടത്തിൻ്റെ ഒരു സമ്മറി. അത് ആര് നടത്തുന്നതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ ആവാം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആവാം, ICM ആവാം, അസ്ഥി അഗ്രികൾച്ചർ സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം. ഇവരിൽ ആരെങ്കിലും നടത്തുന്ന ഒരു സമ്പൂർണ്ണ ട്രെയിനിങ് പ്രോഗ്രാമിന് വിധേയരായിരിക്കണം പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ കോപ്റ്റ് ചെയ്യപ്പെടുന്ന ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് എന്നുള്ളതാണ് റൂൾ 50A-യിലേക്ക് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന അഡിഷൻ. വളരെ കാലോചിതമല്ലേ? ഈ കാലത്തിനനുസരിച്ച് ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ, നിയമങ്ങൾ, പുതിയ ഭേദഗതികൾ, ഇവ സംബന്ധിച്ച് ഒരു സമഗ്രമായ അവബോധം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ മേഖലയിലേക്ക് വരുന്ന ഭരണസാരഥികൾക്ക് ഉണ്ടാകേണ്ട അത്യാവശ്യം ദീർഘകാലമായി വന്നിരുന്ന ഒരു ഡിമാൻഡാണ്. അതിനാണ് ഒരു പരിസമാപ്തി ഈ ചട്ട ഭേദഗതിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. തികച്ചും കാലോചിതം. ഓക്കെ, ഈ 50A-യുടെ ടെക്സ്റ്റ് കൂട്ടുകാർക്കൂടെ കാണാൻ വേണ്ടി കഴിയും. ഞാനത് വായിക്കാം. കാണുന്നുണ്ട്. 50A Training Program. Every elected and co-opted members of a committee of a cooperative society shall attend the training program conducted by administrative department concerned. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അസ്ഥി മൺവിളയിലുള്ള ഒരു സ്ഥാപനമാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ICM. Within 1 year from the date of such election as a member or co-option as a member to the committee. നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്ത 30ാമത് ചട്ട ഭേദഗതിയിലേക്ക് പോകാം. 30ാമത് ഭേദഗതി ഗഹാൻ ക്രിയേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു 3 ഭേദഗതിയാണ് റൂൾ 51A-യിൽ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത്. റൂൾ 51A നമുക്കറിയാം. ഗഹാൻ ക്രിയേഷൻ ആ ചട്ടത്തിൽ 51A-യിൽ 5 സബ് റൂളുകളാണ് പ്രിൻസിപ്പൽ ചട്ടത്തിൽ ഉള്ളത്. അതിൽ 3 ഭേദഗതികളും ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. അതിൽ 2 വളരെ മൈനറായിട്ടുള്ള ഭേദഗതിയും 1 ഒരു മീഡിയം റേഞ്ചിലുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭേദഗതിയുമാണ്. നമുക്കത് പരിശോധിക്കാം. 1, ഈ സബ് റൂൾ 1, അതായത് റൂൾ 51A-യുടെ സബ് റൂൾ 1 മാറ്റമൊന്നുമില്ല. അതിലെന്താണ് പറയുന്നത്? ഈ ഗഹാൻ എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷൻ ക്രിയേറ്റിംഗ് എ ഗഹാൻ ഷാൽ ബി ഇൻ ദ ഫോം നമ്പർ 8A. അതിൽ മാറ്റമില്ല. അപ്പോൾ അതിൻ്റെ ഫോം ഗഹാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് 8A ഫോമിലായിരിക്കണം. നോ ചേഞ്ച്. ഇനി രണ്ടാമതായി പറയുന്നതിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ ഒമിറ്റ് ചെയ്തിരിക്കുന്നു. അത് വളരെ മൈനറായിട്ടുള്ളൊരു ഭേദഗതിയാണ്. എവിടെയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്? ആ 2ാമത്തെ ഉപചട്ടത്തിലാണ്. എന്താണ് 2ാമത്തെ ഉപചട്ടം? അത് ഞാൻ ഒരു നക്ഷൽ അങ്ങോട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിൽ മറ്റൊന്നുമില്ല. നമുക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതിനോടൊപ്പം നേരത്തെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു. ആ ഒരു സംഗതി നമ്മൾ ഡിലീറ്റ് ചെയ്തു. ആ കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ജില്ലാ ബാങ്കിനെ ഒമിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ പാക്സ്, പ്രൈമറി ബാങ്ക്സ്, ഇപ്പോൾ 2 തട്ടുകളാണല്ലോ, 2 ടയർ ആണല്ലോ. അതുപോലെ തന്നെ പിന്നെ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് വിത്ത് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന സംഘങ്ങളെല്ലാം തന്നെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. 2 ഫോമിലാണ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫോം നമ്പർ 8B, 8B ആൻഡ് 8C. നമ്മളറിയാം ഗഹാൻ
സൃഷ്ടിക്കുന്ന ഡിക്ലറേഷൻ 8A, ഫോം നമ്പർ 8A. 8B എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ 8Bയിലും മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ 8Cയിലും ആയിരിക്കണം രജിസ്റ്റേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതാണ് ഈ ഉപചട്ടം 2 പറയുന്നത്. അവിടെ നിന്നും ജില്ലാ ബാങ്കിനെ അങ്ങ് മാറ്റി ബാക്കി യാതൊരു മാറ്റവുമില്ല. ഫോം നമ്പറിലൊന്നും മാറ്റമില്ല. 3 ഫോമുകൾ ഞാൻ പറഞ്ഞു. അത് പ്രത്യേകിച്ചും സഹകാരികളല്ല, ഈ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിച്ചു വയ്ക്കുക. പിന്നെ ഫോം നമ്പർ 8A എന്താണ്? ഗഹാൻ ക്രിയേഷൻ്റെ ഫോം. ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഏത് രജിസ്റ്റർ സൂക്ഷിക്കണം? 8B. മൂവബിൾ പ്രോപ്പർട്ടീസിനാണെങ്കിൽ 8C. ഇത് മാത്രം ഓർത്താൽ മതി, മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഔട്ട്. ഓക്കെ. ഇനി ഉപചട്ടം 3 എന്താണ് പറയുന്നത്? അവിടെയാണ് ഒരു സാമാന്യം നല്ലൊരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അത് നോക്കാം നമുക്ക്. ഉപചട്ടം ആദ്യം വന്നിരിക്കുന്ന മാറ്റം ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്? ഉപചട്ടം 3 പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഗഹാൻ ഡിക്ലറേഷൻ്റെ ഒരു കോപ്പി, അത് പിന്നെ മോർഗേജോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്കിനെ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തതോ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ഏതൊക്കെ ബാങ്കിനെ സംബന്ധിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അവിടെ ജില്ലാ ബാങ്ക് വന്നിരുന്നു, അതിനെ ഓമിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ പാക്സ് ഉണ്ട്, പിന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ പിന്നെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന മറ്റു പ്രൈമറി സംഘങ്ങൾ, ഇവയുടെ എല്ലാം ഇത്തരം പറയുന്ന ഒരു ഡിക്ലറേഷൻ്റെ കോപ്പി ബന്ധപ്പെട്ട രജിസ്റ്ററിംഗ് അതോറിറ്റീസിന് ആ ബാങ്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അതാണ് ഈ ഉപചട്ടം 3 പറഞ്ഞിരുന്നത്. അതിലൊന്നും മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഒരു അഡീഷനുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. ഈ രജിസ്റ്ററിംഗ് അതോറിറ്റീസിന് ഈ സംഗതി അയച്ചു കൊടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അതിൻ്റെ ടൈം ലിമിറ്റ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക, 30 days ഉള്ളതാണ്. അതിന് രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂവിൽ അയക്കണം എന്നും ചട്ടത്തിൽ പറയുന്നുണ്ട്. അതിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ അഡീഷൻ, ഈ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോർഗേജ് ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ ഫസ്റ്റ് ചാർജ് ഓൺ ദിസ് പ്രോപ്പർട്ടി വെസ്റ്റഡ് അപ്പോൺ ദ കൺസേൺ ബാങ്ക് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. ആ ബന്ധപ്പെട്ട ബാങ്കിന് തന്നെയായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ചാർജ് നമുക്കറിയാം, സെക്ഷൻ 35 നമ്മൾ വിശദമായി കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാർജ് ബന്ധപ്പെട്ട സംഘത്തിന് തന്നെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു അഡീഷൻ കൂടി ഈ ഉപചട്ടം 3 കൊണ്ടുവന്നിരിക്കുന്നു. മറ്റു മാറ്റങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ മാറ്റം സാമാന്യം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് അത് തള്ളിക്കളയും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഉപചട്ടം സബ് റൂൾസ് 4ലും 5ലും ഒരു മാറ്റവും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നില്ല. അതുകൊണ്ട് അക്കാര്യങ്ങൾ നമ്മൾ വിശദമായി ഇപ്പോൾ ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. അടുത്ത അമെൻമെൻറ്റിലേക്ക് മൂന്നാമത്തെ ചട്ടഭേദഗതിയുടെ ടെക്സ്റ്റ് ഇപ്പോൾ അമെൻഡ് ടെക്സ്റ്റ് ഞാൻ കാണിക്കുന്നില്ല. അതിൽ നമ്മൾ പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്ന ആ ടെക്സ്റ്റും അതിനോടൊപ്പം ഈ പറഞ്ഞ ഫസ്റ്റ് ചാർജ് കൺസേൺഡ് ബാങ്കിനായിരിക്കും അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കും ആസ് പെർ സെക്ഷൻ 35 എന്ന് പറഞ്ഞ ഭാഗം റെഡിങ്ങിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. അത് കൂട്ടുകാർക്ക് കൂടെ കാണാൻ വേണ്ടി കഴിയും. ഞാനത് കംപ്ലീറ്റ് വായിക്കുന്നില്ല, മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ഇതുമാത്രം മനസ്സിൽ വയ്ക്കുക. ഇനി നേരെ അടുത്ത അമെൻമെൻറ്റിലേക്ക്. 31ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ചട്ടഭേദഗതി റൂൾ 53ലാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് സംഘങ്ങളെ സംബന്ധിച്ച്. എന്താണത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു മാറ്റമാണ് സമഗ്ര ചട്ട ഭേദഗതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, സെക്ഷൻ 56 പ്രകാരം ഒരു സംഘം അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ, വീതം വയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് 56 പറയുന്നത്. അതിൽ ഒരു പ്രധാന ഭേദഗതിയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ ആ ഒരു എമൗണ്ട് സംബന്ധിച്ച്. അപ്പോൾ അതിനകത്ത് ഉപചട്ടം 1 പറയുന്നുണ്ട്, നമുക്കറിയാം, നോട്ട് ലെസ് ദാൻ 15%, 15%, 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ക്യാരിഡ് ടു ദ റിസർവ് ഫണ്ട്, RF റിസർവ് ഫണ്ട്. അതിൽ മാറ്റമില്ല. ഇനി 2 എന്ന് പറയുന്നത്, ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% വരുന്ന തുക മിനിമം 2000-ഉം മാക്സിമം 60,000-ഉമായി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, സെറ്റപ്പാർട്ട് ചെയ്യണം എന്നാണ് പ്രിൻസിപ്പൽ ചട്ടത്തിൽ സബ് റൂൾ 2 പറഞ്ഞിരുന്നത്. അവിടെയാണ് മാക്സിമം ലിമിറ്റിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. മാക്സിമം ലിമിറ്റ് 60,000-ൽ നിന്നും 1 lakh rupees ആയി മാറ്റിയിരിക്കുന്നു. ക്ലിയർ അല്ലേ? 60,000 to 1 lakh rupees. ഇറ്റ്സ് ഓൺലി ഫോർ മാക്സിമം ലിമിറ്റ്. മിനിമം ലിമിറ്റിൽ മാറ്റം പറയുന്നില്ല. ലോസിൽ വരുന്ന സംഘങ്ങൾ കൊടുക്കേണ്ട ആ ചാർട്ടിലും മറ്റു മാറ്റങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ പറയുന്നത് 60,000 എന്നുള്ളത് 1 ലക്ഷമാക്കി മാറ്റിയിരിക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവിങ് പ്രോഫിറ്റ്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു സുപ്രധാനമായ ഭേദഗതിയുണ്ട്. കാലാകാലങ്ങളായി സംഘങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു
ഭേദഗതിയും ആവശ്യമായ ഒരു ഭേദഗതിയുമാണ്. അതെന്താണ് നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ അത് 3A നമുക്കറിയാം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് സംബന്ധിച്ചാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഇടക്കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വ്യാപകമായ ചില എതിരഭിപ്രായങ്ങളുണ്ടായത് അതിൻ്റെ മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ട് 5% തന്നെയാണ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% തന്നെയാണ്. പക്ഷേ അതിൻ്റെ മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് സംഘങ്ങളുടെ ലാഭത്തിൻ്റെ നല്ലൊരു എമൗണ്ട് ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റേണ്ടി വരുന്നു എന്നുള്ള ഒരു പരാതി ദീർഘകാലമായി സംഘങ്ങൾ പലരും ഉന്നയിച്ചതായി കാണുന്നുണ്ട്. അതിന് ഒരു പരിഹാരം എന്നുള്ള മട്ടിലാണ് ഇതിൻ്റെ മാക്സിമം ലിമിറ്റും ഫിക്സ് ചെയ്തിരിക്കുന്നു. എന്താണ്? 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ ആരാത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്താരാ? അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇത് രജിസ്ട്രാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ തന്നെയാണ്. ആസ് പെർ ദ സ്കീം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ആസ് പെർ ദ സ്കീം അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ആണ്. അവിടെ നമ്മൾ ഒരു അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഒരു അഡീഷൻ? 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 1 lakh എന്നാക്കി മാറ്റി. അതിൻ്റെ മാക്സിമം സീലിംഗ് ഇവിടെ ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി 1 ലക്ഷത്തിനപ്പുറത്തേക്ക് അത് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ പ്രാധാന്യം. അതിൻ്റെ ടെക്സ്റ്റ് മാത്രമല്ല, അതിൻ്റെ പ്രിൻസിപ്പൽ ടെക്സ്റ്റും വന്നിരിക്കുന്ന മാറ്റവും ചേർത്ത് അത് കൂട്ടുകാർക്ക് കൂടെ റെഡിങ്ങിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ ഒന്നും കൂടി വായിക്കാം. 3A ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്, സുപ്രധാനമാണ്. അതുകൊണ്ട് ആ ടെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്, അവിടെയാണ് നമുക്ക് വന്നിരിക്കുന്ന അഡീഷൻ, സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 1 lakh shall be transferred to the professional education fund maintained by the Registrar of Cooperative Societies as per the scheme approved by the Government of Kerala എന്നുള്ളതാണ്. അത് ക്ലിയറായി മനസ്സിലായല്ലോ? വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫar as cooperative societies having net profit concerned. ഓക്കെ, 32ാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭേദഗതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലാം. അത് റൂൾ 54 എന്താ റൂൾ 54? മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. ഒരു സംഘം ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ രീതി സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ചട്ടമാണ് 54. അതിൽ നമുക്ക് ഒട്ടനവധി ചട്ടങ്ങൾ അതിനകത്തുണ്ട്. 3 സബ് റൂൾസ് അതിനകത്ത് പ്രധാനമായി പറയുന്നുണ്ട്. അതിലാണ് പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ പറയാം വന്നിരിക്കുന്നത്. അതിൻ്റെ സബ് റൂൾ 1 അടപടലം മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. മുമ്പുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് വന്നിരിക്കുന്ന മാറ്റം ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ തൽസ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സബ് റൂൾ 1 റൂൾ 54 സംഭവം എന്താ? മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. അതെങ്ങനെ എന്നുള്ളതാണ് 1ാമത്തെ സബ് റൂൾ. ഓക്കെ, ഇവിടെ മറ്റൊന്നുമല്ല, ഒരു സംഘം അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ലാൻഡഡ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ലീസിന് എടുക്കാൻ തീരുമാനിച്ചു. അതിന് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് ബിൽഡിങ്ങിന് വേണ്ടിയാകാം, ഒരു ബിസിനസ്സിൻ്റെ ഒരു വർധനവ് അല്ലെങ്കിൽ അതിനെ പരിപോഷിക്കുന്നതിന് വേണ്ടിയാകാം എന്നുള്ളത് സംബന്ധിച്ച ആ ഒരു ഭാഗത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പ്രീവിയസ് പെർമിഷൻ ഓഫ് ദ RCS എന്നുള്ള ഭാഗത്തിൽ മാറ്റമേ ഇല്ല, ഇൻ റൈറ്റിംഗ് തന്നെ. അപ്പോൾ ലിഖിതമായ രീതിയിൽ RCSൻ്റെ പെർമിഷൻ വാങ്ങിയിരിക്കണം. അതിൻ്റെ പൂർണ്ണമായ ഫണ്ടോ, സംഘത്തിൻ്റെ പൂർണ്ണമായ ഫണ്ടോ ഭാഗികമായ ഫണ്ടോ ഒരു ലാൻഡഡ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസിൽ, അല്ലെങ്കിൽ ലീസിനെടുക്കുന്ന കേസിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന കേസിൽ, അല്ലെങ്കിൽ ബിൽഡിംഗ് പുതുക്കിപ്പണിയുന്ന കേസിൽ, അതിൻ്റെ ബിസിനസ്സിന് ആവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റീസ് ആസ് പെർ ബൈല അതിൽ നിന്നാണ് എടുക്കേണ്ടത്. ആ ഭാഗം നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാണ് ഈ ഫണ്ട് കണ്ടെത്തേണ്ടത് എന്ന് പറയാതെ പോയിരുന്നു പഴയ ചട്ടത്തിൽ. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു. ബിസിനസ് ഫ്രം ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ ദ ബൈലാസ്. അത് ആണ് ഇപ്പോൾ കൂട്ടിച്ചേർത്ത്. അതിനോടൊപ്പം തന്നെ കുറച്ചധികം കാര്യങ്ങളും കൂടി ചേർത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്ന സബ്സ്റ്റിറ്റ്യൂഷൻ സംഘത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഇത്തരം ഫണ്ടുകൾ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. ഇനി എന്താ പറയുന്നത്? പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ, പ്രവർത്തന മൂലധനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 5% അധികരിക്കുന്ന തുക ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. എ സൊസൈറ്റി ഷാൽ നോട്ട് ഇൻവെസ്റ്റ് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കൃത്യമായി ഇപ്പോഴത്തെ ചട്ടഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടത്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നല്ലൊരു ശതമാനം തുക ഈ ലാൻഡ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്താണ് പല സംഘങ്ങളും നഷ്ടത്തിലേക്ക് പോകുന്നത്. സംശയമുണ്ട് അക്കാര്യത്തിൽ സഹകാരികൾക്ക്, സുഹൃത്തുക്കൾക്ക്? അതിൽ സംശയം വേണ്ട. അപ്പോൾ അതിനത്തൊക്കെ ഒരു ശാസ്ത്രീയമായ റേഷ്യോ സർക്കാരും വിചക്ഷണന്മാരും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളും നമ്മുടെ മേഖലയും
പാലിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിൽ നമ്മൾ മാറ്റം വരുത്താൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാലോചിതമായ ആവശ്യമായ ഒരു ഭേദഗതി തന്നെയാണ്. എ സൊസൈറ്റി ഷാൽ നോട്ട് ഇൻവെസ്റ്റ് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി എന്താ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്? ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീകൂപ്പ് ചെയ്യുന്നത്, തിരിച്ചു പിടിക്കുന്നത് സംബന്ധിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് RCs കൃത്യമായി ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് വേണ്ടേ? അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഫണ്ട് അതാണല്ലോ പലപ്പോഴും സംഭവിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് റീകൂപ്പ് ചെയ്യേണ്ടത്, തിരിച്ചു വരേണ്ടത്, തിരിച്ചു പിടിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള മാനദണ്ഡം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് RCs ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് ഈ ചട്ടത്തിൽ പറയുന്ന മറ്റൊരു ഭേദഗതി, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി എന്താ കൂടുതൽ പറയുന്നത്? ഒരു പ്രപ്പോസൽ ലാൻഡഡ് പ്രോപ്പർട്ടിയോ ഇത്തരം സംഗതികൾ പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുമായ ഒരു പ്രപ്പോസൽ RCsന് മുന്നിൽ കിട്ടിയാൽ അദ്ദേഹം അത് വിശദമായി പരിശോധിക്കണം. അതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യണം, പരിശോധിക്കണം. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണം. സംഘത്തിന് അതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ടെന്ന് കൃത്യമായ ശാസ്ത്രീയമായ അപഗ്രഥിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുമതി നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രസ്റ്റ്, ഈ ചട്ടഭേദഗതിയുടെ ഒരു ക്രസ്റ്റ്. അപ്പോൾ അനാവശ്യമായ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സംഘം നഷ്ടത്തിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു ആസ് പെർ ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വളരെ ക്ലിയർ അല്ലേ, ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇനി അതിൻ്റെ ടെക്സ്റ്റ് കൂട്ടുകാർക്ക് കൂടെ കാണാൻ വേണ്ടി കഴിയും. ഞാനത് വായിക്കാം. 1. A society may, with the previous sanction in writing of the registrar, invest the whole or any portion of its fund for the purchase or lease of land on acquisition, construction or renewal of any building that may be necessary to conduct its business. ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്. ഫ്രം ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ ദ ബൈലോസ്. അതിനോടൊപ്പം എ സൊസൈറ്റി ഷാൽ നോട്ട് ഇൻവെസ്റ്റ് നോട്ട് മോർ ദാൻ 5% ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ the amount of funds raised out of working capital so invested shall be recouped on such terms as may be determined in each case as per the direction of the registrar. Registrar shall grant such sanction for the investment of funds after evaluating the financial condition of the society, necessity of such investment, feasibility of the project for which funds are invested. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാലോചിതം മനസ്സിലായി കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത ഭേദഗതിയിലേക്ക്. ഇവിടെ ഈ സബ് റൂൾ 1 ശേഷം 2 അഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നു, പുതിയതായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും വളരെ സുപ്രധാനപ്പെട്ടത് തന്നെയാണ്. പലപ്പോഴും പല സംഘങ്ങളും മാൽ പ്രാക്ടീസിൻ്റെ നിലയിൽ ചിന്തിച്ചാൽ, എല്ലാ സംഘങ്ങളും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ അതിന് സാധ്യതയുള്ള മേഖലയാണ് ഈ പർച്ചേസ് ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങൾ. അവിടെ അതിനെ തടയിടുക എന്നുള്ളതാണ് ഈ മേഖലയുടെ സംരക്ഷണത്തിന് ആവശ്യമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതി, നമ്മളിപ്പോൾ പറഞ്ഞ ഭേദഗതിയും അതിന് തുടർച്ചയായി വന്ന 2 അഡീഷൻ, 1 ശേഷമായതുകൊണ്ട് അതിന് നമ്പറിങ് 1A ആൻഡ് 1B എന്നാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അതിൽ 1A പറയുന്നത് ഈ ഒരു ഇൻറ്റൻഷൻ, ഒരു ഉദ്ദേശം എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി സംഘം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, സംഘത്തിൻ്റെ പേരുൾപ്പെടെ, ആ ലൊക്കേഷൻ ഉൾപ്പെടെ, എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ്, എത്രയാണ് ലാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആവശ്യകത, ഇതെല്ലാം ഉൾപ്പെടെ വിശദമായ ഒരു നോട്ടീസ്, ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യണം സംഘം. എവിടെ പബ്ലിഷ് ചെയ്യണം? ആ ലൊക്കേഷനിൽ വൈഡ് സർക്കുലേഷനുള്ള, പ്രചാരമുള്ള 2 ന്യൂസ് പേപ്പറുകളിൽ ഇത് സംബന്ധിച്ച വാർത്ത അല്ലെങ്കിൽ അതിൻ്റെ നോട്ടീസ് പരസ്യം കൊടുത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട സംഗതി. രഹസ്യമായിട്ടുള്ള ഇടപാട് വേണ്ട എന്നുള്ളത് തന്നെയാണ്. ജനമറിഞ്ഞ്, അംഗങ്ങളറിഞ്ഞ് ഉള്ള സുതാര്യമായ മാറ്റം, അതാണ് ഈ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായല്ലോ? ഇതാണ് 1A. ഇനി 1Aയുടെ ടെക്സ്റ്റ് ഞാൻ വായിക്കാം, അത് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടി കഴിയും. A society shall publish a notice showing its intention to purchase immovable property with the details such as the name of society, the location in which to desires to purchase the immovable property and the extent of land, ആ ലാൻഡിൻ്റെ എക്സ്റ്റെൻറ്റ്, വിസ്തൃതി സംബന്ധിച്ച in 2 vernacular diaries having the wide circulation in the area of operation of the society. 2 പ്രമുഖ പത്രങ്ങളിൽ പരസ്യം കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ടെക്സ്റ്റ് വായിച്ചു, അത് നമ്മൾ പറഞ്ഞതിൻ്റെ പദാനുപദം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇനി 1B പുതിയതായി വന്നിരിക്കുന്ന മറ്റൊരു അഡീഷനുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചട്ട ഭേദഗതി 1B.
ഇത്തരത്തിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കപ്പെടേണ്ടത് എങ്ങനെ? ഇവിടെയൊക്കെയാണ് വലിയ തരത്തിലുള്ള അഴിമതികൾ സംഘങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നത്. ഇത് മാറ്റുന്നതിന് വളരെ സുതാര്യമായ ഒരു സംവിധാനമാണ് ഇപ്പോൾ ചട്ടഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. ആ കമ്മിറ്റിയാണ് മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത്, ഒരാളല്ല. ഏകപക്ഷീയമായി മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കാൻ ഇനി പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നതിൻ്റെ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ജില്ലാതല ഓഫീസർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത് മിക്കവാറും ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ ആയിരിക്കും. അപ്പോൾ ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ അല്ലെങ്കിൽ ജില്ലാതല ഓഫീസേഴ്സ് ഓഫ് ദ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി നമുക്കറിയാം ആഡിറ്റുമായി ബന്ധപ്പെട്ട ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ടാവും ആഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫീസർ ഉണ്ടാവണ്ടേ. വാല്യുവേഷൻ ഓഫീസർ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വാല്യുവേഷൻ ഓഫീസർ അതിനകത്ത് അംഗമായിരിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി തഹസീൽദാർ നോട്ട് ബിലോ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാർ റിട്ടയർഡ് ഓഫീസർ ഫ്രം ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ റിട്ടയർഡ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാർ, അദ്ദേഹം അതിൻ്റെ അംഗമായിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ് രജിസ്ട്രാർ തസ്തികയ്ക്ക് താഴെ അല്ലാത്തൊരു ഉദ്യോഗസ്ഥൻ, അതും റിട്ടയർഡാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ ചേർന്ന ഒരു ബോഡി അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയാണ് മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത്. വളരെ സുതാര്യമായ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി തന്നെയായിരിക്കും. ആ കമ്മിറ്റി ഞാനൊന്നുകൂടെ പറയാം: ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ, ജോയിൻറ്റ് ഡയറക്ടർ ഓഡിറ്റർ, വാല്യുവേഷൻ ഓഫീസർ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കേസിൽ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി തഹസീൽദാർ റിട്ടയർഡ്, അതുപോലെ തന്നെ സബ് രജിസ്ട്രാർ റിട്ടയർഡ്, അതിൽ ആ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ, മുകളിലോട്ടുള്ള ആണെങ്കിലും കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കപ്പെടേണ്ടത് എന്ന് ആണ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ചട്ടഭേദഗതി 1B പറയുന്നത്. അത് മാത്രമല്ല, ഈ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ഉൾപ്പെടുന്നു എങ്കിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടാകണം. അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥനായാൽ മതി. അദ്ദേഹം കൂടി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഉൾപ്പെടണം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും അംഗങ്ങളടങ്ങുന്ന ഒരു വിശാലമായ കമ്മിറ്റിയാണ് മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പോൾ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനും കൂടി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ കേസിൽ ഉൾപ്പെടണം എന്നുമാണ് വളരെ വിശാലമായ ഒരു കമ്മിറ്റിയുടെ ഘടന സംബന്ധിച്ച് 1B പറയുന്നത്. ഈ ഘടന മനസ്സിലാക്കി വയ്ക്കുക. പുതുതാണ്, പ്രധാനപ്പെട്ടതാണ്, ഇനി ഫോളോ ചെയ്യേണ്ടതാണ്. കുടുക്കിൽ പെടാതിരിക്കാൻ ഇത് കൃത്യമായി ഫോളോ ചെയ്യപ്പെടേണ്ടതുമാണ്. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇതിനോടൊപ്പം ഒരു പ്രൊവിസോ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രൊവിസോ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത്തരത്തിലുള്ള മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ കൂടി ഈ കമ്മിറ്റി പരിശോധിക്കണം അല്ലെങ്കിൽ പരിഗണിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഫിക്സ് ചെയ്യുന്ന ഫെയർ വാല്യൂ ഉണ്ട്. ഓരോ വസ്തുവിനും ഫെയർ വാല്യൂ നിശ്ചയിക്കും. ആ ഫെയർ വാല്യൂ തീർച്ചയായിട്ടും ഈ കമ്മിറ്റി പരിഗണിച്ചിരിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് മാത്രം പോരാ, അതുപോലെ തന്നെ റവന്യൂ അതോറിറ്റീസ് കൊടുക്കുന്ന ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പരാമർശം കൂടി ഈ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കപ്പെടണം. അതുപോലെ തന്നെ 3 കിലോമീറ്റർ, ഈ പറയുന്ന വസ്തുവിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ 3 വർഷത്തിനുള്ളിൽ നടന്ന 3 സെയിൽ ഡീഡുകളുടെ ശരാശരി പരിഗണിച്ചിരിക്കണം. അതാണ് എടുക്കേണ്ടത്. അതും കൂടി പരിഗണിച്ചിരിക്കണം. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ റേഡിയസിൽ ഈ പ്രോപ്പർട്ടിയുടെ നടന്നിരിക്കുന്ന സെയിൽ ഡീഡിൻ്റെ വിലയും കൂടി, അതിൻ്റെ ആവറേജ് കൂടി, ശരാശരി കൂടി പരിഗണിച്ചിരിക്കും. അപ്പോൾ ഇത്തരം 3 കാര്യങ്ങൾ കൂടി പരിഗണിച്ചു കൊണ്ടുവേണം ഈ പറയുന്ന കമ്മിറ്റി മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത്. വളരെ വിശാലമായ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ വലിയ ഒരു മാറ്റമാണ് 1Bയിലും അതിൻ്റെ പ്രൊവിസോയിലും പറയുന്നത്. ഇനി നമുക്ക് ആ 1Bയുടെ ആ ടെക്സ്റ്റ് നമുക്ക് ഇനി ഒന്ന് വായിക്കാൻ കൃത്യമായി മനസ്സിലാവും. നിങ്ങൾക്കൂടെ കാണാൻ കഴിയും. ദ വാല്യുവേഷൻ ഓഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഷാൽ ബി ഫിക്സ്ഡ് ബൈ എ കമ്മിറ്റി constituted by the registrar, consisting of joint registrar general or the district officer of the administrative department of the district concerned, as the case may be, the joint director of the cooperative audit of the district, then the valuation officer of the primary cooperative agriculture and rural development bank in the area of operation of the society. പിന്നെ ഏതാ? A retired officer from the revenue department not below the rank of deputy തഹസീൽദാർ. പിന്നെ ഏതാ? ആൻഡ് എ റിട്ടേൺ ഓഫീസർ ഫ്രം ദ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാർ. പിന്നെന്താ? കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതാണ് പറയുക. ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് എ ലാൻഡഡ് ബിൽഡിംഗ്
ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എ റിട്ടേർഡ് ഓഫീസർ ഫ്രം ദ പബ്ലിക് വർക്ക്സ് PWD ഡിപ്പാർട്ട്മെൻറ്റ് or the local self-government department not below the rank of assistant executive engineer shall also be included in the committee for fixing the value of the building. ഇതാണ് വളരെ വിശാലമായ ആ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായില്ല? ഇനി നമുക്ക് ആദ്യം പറഞ്ഞ പ്രൊവിസോയുടെ ആ ടെക്സ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കാം. ആ പ്രൊവിസോയിൽ പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് while fixing the value of immovable property, the committee may consider the fair value fixed by the government from time to time, or the valuation certificate issued by the revenue authorities concerned, pineyo, or the average value of 3 registered sale documents of land within 3 years of time and within a radius of 3 kilometers from the property to be valued. അതാണ് ആദ്യത്തെ പ്രൊവിസോ. ഇനി രണ്ടാമത്തെ പ്രൊവിസോ എന്താണെന്ന് നോക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊവിസോ അതിനകത്ത് ഈ കമ്മിറ്റിക്ക് മാർക്കറ്റ് വാല്യൂവിന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് വാല്യൂവിന് ആനുപാതികമായി ഇരിക്കണം എന്നുള്ള കാര്യം കമ്മിറ്റി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡേറ്റ അവൈലബിൾ അല്ല എങ്കിൽ മാർക്കറ്റ് വാല്യൂവിന് അനുസൃതമായി ഈ കമ്മിറ്റിക്ക് അതിൻ്റെ വില നിശ്ചയിക്കാവുന്നതാണ് എന്നുള്ള ഒരു പ്രൊവിസോ ആണ് രണ്ടാമത് ഒരു പ്രൊവിസോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെയുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ദ കമ്മിറ്റി മേ ഫിക്സ് ദ വാല്യൂ ഓഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആസ് പെർ ദ മാർക്കറ്റ് വാല്യൂ അറൈവ്ഡ് അറ്റ് ബൈ ദ കമ്മിറ്റി ഇഫ് ദ വാല്യൂസ് പ്രൊവൈഡഡ് ആസ് പെർ ദ എബോവ് പ്രൊവിഷൻസ് ഈസ് നോട്ട് അഡിക്വേറ്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഏരിയ. കമ്മിറ്റിക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് എന്നാണ് ആ രണ്ടാമത്തെ പ്രൊവിസോയിൽ പറയുന്നത്. ഇതാണ് വന്നിരിക്കുന്ന ഒരു കാതലായ അഡീഷൻസും ഇൻസെഷൻസും മാറ്റങ്ങളും. അത് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. 54-ൽ മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് നമ്മൾ പറഞ്ഞു 3 സബ് റൂൾസ് അതിനോടൊപ്പം വരുന്നുണ്ട്. ഇവിടെ ഒരു 3-ന് ശേഷം ഒരു അഡീഷനും കൂടി പുതുതായി വന്നിരിക്കുന്നു. അതുകൊണ്ട് സബ് റൂൾ ഇനി മുതൽ 4 എണ്ണമുണ്ട്. 4 സബ് റൂളിൽ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് RCSൻ്റെ ഒരു ഇടപെടലാണ് ഇവിടെ പറയുന്നത്. ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കേണ്ടതുണ്ട് RCS. എന്തിനു വേണ്ടിയിട്ട്? ഓരോ തരം സംഘങ്ങളും മൂവബിൾ പ്രോപ്പർട്ടീസിന് ഇൻവെസ്റ്റ് ചെയ്യപ്പെടാവുന്ന തുക എത്ര എന്ന് കാണിച്ച ഒരു സ്ലാബ് ഓരോ 3 വർഷത്തിലും RCS പുറപ്പെടുവിക്കണം. നെസസറി ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് സൊസൈറ്റീസ് ആണെങ്കിൽ മാത്രം. ഈ ഇത്തരം പർച്ചേസ് നടത്തുന്നത് സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ RCSന് അത് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ച് അത് പരിശോധിക്കപ്പെടാം. ഓരോ 3 വർഷത്തിലും അത് പുതുക്കി നിശ്ചയിച്ച് പുറപ്പെടുവിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് 4-ൽ പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. RCS may issue guidelines on the amount to be spent by each type and class of society in every 3 years for the purchase of movable property that may be necessary for the conduct of business of the society. വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സംഗതിയല്ല. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഓരോ 3 വർഷവും സംഘം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് RCS പുറപ്പെടുവിച്ചിരിക്കണം. RCSൻ്റെ ഒരു ഇടപെടൽ സംബന്ധിച്ച ഒരു സബ് റൂൾ 4. ഓക്കെ സുഹൃത്തുക്കളെ, സമഗ്ര ചട്ട ഭേദഗതിയുടെ 9ാമത് ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അവശേഷിക്കുന്ന ചട്ടങ്ങൾ സംബന്ധിച്ച മാറ്റങ്ങൾ സംബന്ധിച്ച സമഗ്രമായ ചർച്ച ഒരു ഇൻ്ററാക്റ്റീവ് സെഷനായിട്ട് ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്കെത്തും. അതുവരെ സൈനിങ് ഓഫ് നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. സീ യു അഗൈൻ.